എന്ത് പറ്റി കാണുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഹാജിൻ. അന്നേരം ഡ്രൈവർ ചൂട് അവിടേക്ക് വന്നിട്ട് ആ ആളായിരിക്കും അല്ലേ ആ ഫോട്ടോസ് ഒക്കെ എടുത്തത് എന്നൊക്കെ ചോദിക്കും. പോലീസിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു എന്ന് ഹാജിൻ ചോദിക്കുന്നുണ്ട്. ആ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഉടനെ തന്നെ ഇവിടേക്ക് വരും എന്ന് പറയും. എന്നാലും ഒറ്റയ്ക്ക് ആങ്കർ ലീ അയാളുടെ പുറകെ പോയല്ലോ, ഡേഞ്ചറസ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ പുറകെ ചെല്ലാം, ഒറ്റയ്ക്ക് പോയിട്ട് വല്ലതും സംഭവിച്ചാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, റൂമെല്ലാം പൂട്ടിയിട്ട് ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത്. ആങ്കർ ലീക്ക് ഓടിയിട്ട് അയാളെ പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നോക്കുമ്പോൾ അറിയാവുന്ന ഒരാളാണ്, ഒരു ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ആളാണ്. ഞാനാണ് റിപ്പോർട്ടർ പാർക്കാണെന്ന് പറയും. ചൂളും അന്നേരത്തേക്ക് അവിടെ വരും. എപ്പോഴും പുറകെ നടന്ന് ഫോട്ടോസ് എടുക്കുന്നതാണ്, ഇപ്പൊ വീട്ടിലും വന്ന് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയോ എന്ന് അവൻ ചോദിക്കും. ഞാൻ ഓൾറെഡി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് വന്നപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് ആയി പോയി എന്നുള്ള രീതിക്ക് അയാൾ സംസാരിക്കുമ്പോഴത്തേക്കും ഹാജൂണ് ദേഷ്യം വന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ക്യാമറ തട്ടിപ്പറിച്ച് മെമ്മറി കാർഡ് എടുക്കും. എനിക്ക് ബില്ല് അയച്ചു തന്നാൽ മതി, ഞാൻ പൈസ അയച്ചു തന്നോളാം, ഇനിയും പക്ഷേ ഈ വീടിന്റെ പരിസരത്ത് കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് അയാളെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഹോളിൽ നിൽക്കുകയായിരുന്ന ഹാജിൻ എന്തോ സൗണ്ട് കേട്ടിട്ട് അവളുടെ റൂമിലേക്ക് ചെന്ന് നോക്കും. നോക്കുന്ന തന്നെ ടേബിളിൽ നിന്ന് എന്തൊക്കെയോ താഴെ വീണ് കിടപ്പുണ്ട്. നോക്കുമ്പോൾ ജനല് ചെറുതായിട്ട് തുറന്നു കിടപ്പുണ്ട്. അവള് പ്രത്യേകിച്ചൊന്നും ഓർക്കാതെ അത് അടച്ചിട്ട് തിരിയുമ്പോഴത്തേക്കിനും താഴെ സൗണ്ട് കേൾക്കും. ചെല്ലുന്നുണ്ടെ ചൂളാണ്. എന്ത് സംഭവിച്ചു, ആങ്കർ ലീ സേഫ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ അത് റിപ്പോർട്ടർ പാർക്കായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അയാളുടെ മെമ്മറി കാർഡൊക്കെ ആങ്കർ ലീ പിടിച്ചു വാങ്ങിച്ചു എന്ന് പറയും. ഇവൾ അന്നേരം തന്നെ ആങ്കർ ലീയെ വിളിക്കും. എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവള് ഇറങ്ങിച്ചെല്ലും. എന്താലോചിച്ചോണ്ടാ അയാളുടെ പുറകെ പോയത്, അത് റിപ്പോർട്ടർ പാർക്കായത് എത്ര നന്നായി. ഒരു പക്ഷെ ആ സ്റ്റോക്കർ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യുമെന്ന് ഓർത്തിട്ടുണ്ടോ? അതുകൊണ്ട് ഇങ്ങനെ ഇനിയും ആരെയും പുറകെ ഒറ്റയ്ക്ക് ഓടിപ്പോകരുത്, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളൂ, ചെന്ന് കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ പറയും. പിന്നെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ കാര്യം മറന്നു കളഞ്ഞേക്കൂ, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്കത് എല്ലാ ദിവസവും എന്നെ അത് ബാധിക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും കുഴപ്പമില്ല, അതത്ര കാര്യമാക്കേണ്ട കാര്യമൊന്നുമല്ല, അതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിൽ കൂടി കടന്നുപോയത് ഞാനാണല്ലോ, ഇയാൾ എത്ര നിസ്സാരമായിട്ടാണെന്ന് പറയുന്നതെന്ന് ഹാജിൻ ചോദിക്കും. ഉടനെ അവൻ പറയുന്നത് പാസ്റ്റ് എന്ന് പറയുന്നത് മറക്കാനുള്ളതാണ്, അത് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ജീവിക്കേണ്ടത് ഇന്ന് ഈ നിമിഷത്തിലാണ്, നമ്മൾ ഇന്നത്തെ ദിവസത്തെ പറ്റി ഓർത്താൽ മതി, കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത്ര കഷ്ടപ്പെട്ട് ഓർത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ്. അപ്പോഴത്തേക്കും ഇവള് തിരിച്ച് ഇവൻ്റെ അടുത്ത് പറയുന്നത് ഇയാളുടെ ലൈഫിൽ ഇയാളുടെ ഫ്രണ്ടിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതൊരിക്കലും ഇയാളുടെ തെറ്റുകൊണ്ടല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനായിട്ട് പാടില്ല, അത് ആ സ്റ്റോക്കറിന്റെ തെറ്റാണ്, അതെപ്പോഴും മനസ്സിൽ വേണം. വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിടുന്നത്. ഇവൻ ചെല്ലുന്നതെന്ന് തൊട്ടേ തന്നെ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. ഇവൾക്ക് സന്തോഷം. ജംഗ്ഹൂൺ എന്നിട്ട് ആ മെമ്മറി കാർഡിലെ ഫോട്ടോസ് എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹാജിൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവള് റൂമിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് പുറത്തുനിന്ന് ആരോ നിപ്പുണ്ട്. റിപ്പോർട്ടർ പാർക്ക് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ടർ ജോ പിറ്റേ ദിവസം ജംഗ്ഹൂണിന്റെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ തമ്മിൽ ക്ലോസ് ആണോ എന്നാണ് ഇവൻ ഉടനെ തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, പക്ഷേ അവൻ ആള് ശരിയല്ല, അവനെ ഒന്ന് സൂക്ഷിക്കണം, ഒരുപാട് കേസും വഴക്കുമൊക്കെ വന്നിട്ടുള്ള ആളാണ്, ഇതുപോലെ സെലിബ്രിറ്റീസിനെ സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ ഹരമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്, അവരുടെ ബെഡ്റൂമിലും റെസ്റ്റ് റൂമിലും ഒക്കെ അതിക്രമിച്ച് കയറി പലപ്പോഴും കേസായിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് പലരുടെയും അടുത്ത് നിന്ന് കേസൊക്കെ ഡ്രോപ്പ് ചെയ്യിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളാണെന്ന് ഇവൻ പറയുമ്പോഴത്തേക്കും ഇവന് കൺസേൺ ആവും. ഇവനാണെങ്കിൽ രണ്ടുപേരെ പറ്റി അന്വേഷിക്കാനായിട്ട് ജോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അതിലൊന്ന് ഡ്രൈവർ ചൂളാണ്, മാനേജർ ആണല്ലോ, അപ്പൊ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. മാനേജേഴ്സ് യൂഷ്വലി സെലിബ്രിറ്റീസിന്റെ വീടിനടുത്ത് തന്നെ ആവും താമസിക്കുന്നത്, അവർക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവുമല്ലോ, അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. ജംഗ്ഹൂൺ കുറച്ച് സെൻസിറ്റീവ് അല്ലേ, ഒരിക്കൽ മാത്രമല്ലേ അങ്ങനെ ഫോട്ടോസ് ഒക്കെ കിട്ടിയുള്ളൂ, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നുള്ള രീതിക്ക് ജോ ചോദിക്കുന്നുണ്ടേ. ഒരിക്കലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നിസ്സാരമായിട്ട് എടുക്കരുത്, എന്തെങ്കിലും അടുത്തൊരു അപകടം വരാനിരിക്കുന്നുണ്ടെങ്കിലോ നമ്മളത് നിസ്സാരമായിട്ട് എടുത്തിട്ട് അത് കാര്യമാക്കാതിരിക്കുമ്പോഴത്തേക്കിനും അതിലും വലുത് എന്തെങ്കിലും സംഭവിച്ചാലോ അതിനുശേഷം റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ജോ ഇവിടുന്ന് പോകുന്നത്. ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററുടെ പുതിയ ഡ്രാമയിലേക്ക് ലീഡായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് ഹാജിനെയാണ്. ആ സന്തോഷ വാർത്തയായിട്ടാണ് മിസ് പാർക്ക് വന്നേക്കുന്നത്, ഒരു ന്യൂസ് ആങ്കർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇനിയിപ്പോൾ ജംഗ്ഹൂണിന്റെ അടുത്ത് ചോദിക്കാമല്ലോ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നുണ്ട് ഹാജിനും ഹാക്കിങ്ങിനും ആകെ ടെൻഷൻ ആവും. എന്താ ഇതിന്റെ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ, നിങ്ങൾ തമ്മിൽ വഴക്കായോ, അതൊക്കെ മാറ്റി വെച്ചിട്ട് റോളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് മിസ് പാർക്ക് അവിടുന്ന് പോകുന്നത്. റൈറ്ററും ഡയറക്ടറും ഹാജിനും ജംഗ്ഹൂണുമായിട്ട് ഒരു മീറ്റിംഗും വേണമെന്ന് പറഞ്ഞിട്ടാണ് മിസ് പാർക്ക് പോകുന്നത്. അവനോട് ചോദിക്കാനായിട്ട് ഹാജിന് പേടിയുണ്ട്, എന്ത് ചോദിച്ചാലും പറ്റത്തില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നുണ്ടെ ഇനി ഞാൻ മനഃപൂർവ്വം ഇതിലേക്ക് പിടിച്ചിടുന്നതാണെന്ന് വിചാരിക്കുവോ, സമ്മതിക്കാൻ വഴിയില്ലല്ലേ എന്നൊക്കെ അവൾ ഹാക്കിങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു ചോദിക്കുമ്പം ഹാക്കിങ്ങിനും പോസിറ്റീവായിട്ടൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല, നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാനായിട്ടാണ് അവള് ഹാജിന്റെ അടുത്ത് പറയുന്നത്. ജംഗ്ഹൂണിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അതിന് വേണ്ടിയിട്ട്
ചെയ്യൂണും ജംഗ്ഹൂണും കൂടെ അവന്റെ വീട്ടിലേക്ക് ചെല്ലും. അമ്മയ്ക്ക് ഇവരെ കാണുമ്പോൾ സന്തോഷമാണ്. അമ്മയുടെ മുഖം കാണുമ്പോൾ എന്തോ ക്ഷീണം ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ജംഗ്ഹൂൺ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്കാണ് പ്രായം എന്ന് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ സന്തോഷത്തോടു കൂടിയാണ് രണ്ടുപേരെയും ഒരുപോലെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. ഇവര് കഴിക്കാൻ ചെന്നിരിക്കുന്നുണ്ടെ, നീ ആരെയാണ് ഡേറ്റ് ചെയ്യുന്നത്, ഞാൻ ന്യൂസൊക്കെ കണ്ടായിരുന്നു, ആ കുട്ടിയെ വിളിച്ചോണ്ട് ഒരു ദിവസം വീട്ടിലേക്ക് വരണം, എല്ലാവരെയും പരിചയപ്പെടുത്തണം, പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം, കല്യാണത്തിനുള്ള സമയം കഴിഞ്ഞു എന്നൊക്കെ പറയും. എന്തിനാണ് ഇപ്പൊ അതൊക്കെ സംസാരിക്കുന്നത്, അവര് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ, സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ആ സംസാരം അവിടെ വെച്ച് നിർത്തിക്കും. ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ അവന് ഹാജിന്റെ കോള് വരും. എന്തെങ്കിലും ഹെൽപ്പ് എന്റെ ഭാഗത്തുനിന്ന് വേണമെന്നാണ് അവള് ഉടനെ ചോദിക്കുന്നത്. എനിക്കൊന്നും ആവശ്യമില്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടേ, അല്ല ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴെങ്കിലും എന്റെ ഹെൽപ്പ് ആവശ്യം വരും, അതെന്താന്ന് വെച്ചാൽ ഒരു മണി കൂടാതെ എന്നോട് ചോദിച്ചാൽ മതി, എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാന്നൊക്കെ അവൾ പറയുന്നുണ്ടേ. അവന് സംശയം തോന്നും, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യമുണ്ട്, പക്ഷെ എന്താണെന്ന് ഞാനിപ്പോൾ പറയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ ചിരിക്കുന്നുണ്ട്. തിരിച്ചു ചെല്ലുമ്പോൾ അമ്മ അവനോട് ചോദിക്കും, ഇത്ര പെട്ടെന്ന് കോള് കട്ട് ചെയ്തോ, അതിന്റെ ആവശ്യമില്ലായിരുന്നു, കുറച്ചു നേരം കൂടെ സംസാരിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു, ഞാൻ ആ പെൺകുട്ടിയെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ടും കാണാൻ അങ്ങനെ തന്നെയാണോ, നല്ല കുട്ടിയാണോ, റിയൽ ലൈഫിൽ എങ്ങനെയാണ് എന്നൊക്കെ എക്സൈറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ചെയ്യുവാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വിഷമത്തോടെ താഴേക്ക് നോക്കിയിരിക്കും. ഉടനെ ആങ്കർലി പറയും, അതൊക്കെ വെറുതെയാണ്, ഫേക്ക് ന്യൂസ് ആണ്, ആ കുട്ടിയുടെ പുതിയ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് തിയേറ്ററിൽ നിന്ന് പോകുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ ഫേക്ക് ആയിട്ട് ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അമ്മയുടെ മുഖം മാറും. അമ്മ അവന് പഴയതൊക്കെ മറന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു എന്നുള്ള സന്തോഷത്തിലായിരുന്നു. സാധാരണ വരുന്ന കൂട്ടം ഫേക്ക് ന്യൂസ് ആയിരുന്നല്ലേ എന്നുള്ള രീതിക്ക് അമ്മ പറയുമ്പോഴത്തേക്കിനും അമ്മയുടെ നിരാശയോടെ ഉള്ള പറച്ചിലും മുഖവും എല്ലാം കാണുമ്പോഴത്തേക്കിനും ഒരു കുറ്റബോധമുണ്ട് ജംഗ്ഹൂണിന്. അവരുടെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷന്റെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട് ഇവന്റ് ഒക്കെ നടത്താൻ പോവുകയാണ്. അപ്പൊ അതിന് മെയിൻ ആളായിട്ട് ആങ്കർ ലീ നിൽക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മിസ് ജോയ് പ്രത്യേകമായിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് റൂമിലേക്ക് വിളിപ്പിക്കും. കാര്യം കേട്ട് കഴിയുമ്പോഴത്തേക്കിനും നടക്കത്തില്ല എന്ന് അവൻ പറയും. എന്തിനാണ് ഞാനെന്ന് ചോദിക്കുന്നുണ്ടേ, നീ മാത്രമല്ല ഹാജിനെ വിളിക്കണം, നിങ്ങളെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്ന ഞാൻ വിചാരിച്ചിട്ട് ഇപ്പൊ സ്ട്രോങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ. ഫേക്ക് ആണെന്ന് അറിയാലോ, പിന്നെ എന്തിനാണ് ഞങ്ങളെ രണ്ടുപേരും കൂടി ഒന്നിപ്പിക്കാനായിട്ട് നോക്കുന്നത്, തിയേറ്ററിൽ നിന്ന് സിനിമ പോയി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്കപ്പ് ആവും, അത് തന്നെ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ എന്ന് ഇവൻ ചോദിക്കും. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ, അന്ന് ആ ചെയർമാനെ വിളിച്ചു വരുത്തി ന്യൂസ് ലൈവിൽ അയാളോട് അങ്ങനെയൊക്കെ ചോദിച്ചതിന്റെ പ്രതികാരമായിട്ട് അയാൾ എല്ലാ പരസ്യങ്ങളും തരുന്നത് നിർത്തി, അതിന്റെ പേരിൽ വഴക്ക് കേട്ടത് മുഴുവൻ ഞാനാണ്, നമ്മുടെ സ്റ്റേഷൻ അതിന്റെ പേരിൽ നഷ്ടവും വന്നിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് ഇതൊന്നും ചെയ്തുകൂടെ, നമുക്ക് ഒരുപാട് പരസ്യവും കിട്ടും, അതാവുമ്പോൾ സിഇഒ പിന്നെ നമ്മളെ ഒന്നും പറയത്തുമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിനക്കങ്ങ് സമ്മതിച്ചാൽ എന്താ, ഹാജിന്റെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മിസ്റ്റർ നിർബന്ധിക്കും. ഹാജിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കേൾക്കേണ്ട താമസം അവൾ സമ്മതിക്കും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഇങ്ങനെ കേൾക്കുന്നതിന് മുമ്പ് സമ്മതിക്കേണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, എന്നോട് ഹെൽപ്പ് ചോദിച്ചല്ലോ, എനിക്ക് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ, എനിക്ക് ഒരു ഹെൽപ്പ് വേണം, ഞാൻ പുതിയ ഡ്രാമയിൽ അഭിനയിക്കാനായിട്ട് പോവുകയാണ്, ന്യൂസ് ആങ്കർ ആയിട്ടാണ്, അപ്പം ഗൈഡൻസ് വേണ്ടി വരും, അതിന് എന്നെ ഹെൽപ്പ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, അതിന് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഹെൽപ്പ് ചെയ്യാം, അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അതിലൊന്നും ഞാൻ പങ്കെടുക്കത്തില്ല, അവർക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ മെയിൽ വഴി ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, വേറെ ഒരു രീതിക്കും എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. ആ സന്തോഷത്തിൽ ഇവളാണെങ്കിൽ ഓടി ചെന്നിട്ട് ഇവനെ ഹഗ് ചെയ്യും. അവനാണെങ്കിൽ മാറി നിൽക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും അത് ഞാൻ എന്റെ സന്തോഷം കൊണ്ട് ചെയ്തതാണ്, വെറുതെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയും. പിറ്റേ ദിവസം അവർക്ക് വന്ന ലെറ്റേഴ്സ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ജോ ചെല്ലുന്നുണ്ടെ പഴയതുപോലെ നീല കളറിലെ ഒരു എൻവലപ്പ് വന്നിട്ടുണ്ടെന്ന് കാണാം. അത് ഓടിക്കൊണ്ട് ജംഹുന്റെ കയ്യിൽ കൊടുക്കും. അത് നോക്കുമ്പോൾ കുറെ ഫോട്ടോസ് ആണ്, അവർ പിന്നെ മീറ്റ് ചെയ്ത ഫോട്ടോസ് ആണ്, എല്ലാത്തിലും അവന്റെ മുഖത്ത് കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോയിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഹാജിന് ഇഷ്ടം എന്നെയാണെന്നാണ്. അത് വായിക്കുമ്പോഴത്തേക്കിനും അവന് പഴയ കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. പിന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഒരു ദിവസം ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ സെയുന്റെ കോൾ വരും. അവന് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷെ അപ്പുറത്തുനിന്ന് ഒരു മെയിൻ വോയിസ് ആണ് കേൾക്കുന്നത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഓർമ്മയില്ലേ, നമ്മള് പല പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്, സെയുന്റെ ഒപ്പമായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. സെയൂൺ എന്തിയെ, സെയുന്റെ ഫോൺ ആണല്ലോ ഇതൊക്കെ ജംഗൂൺ ചോദിക്കുന്നുണ്ട്. ഇയാൾ ഉടനെ ഫോൺ കൊണ്ടുവന്ന് സെയുന്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് ജംഗൂണിനെ ഇഷ്ടമല്ലെന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് സെയൂണിനെ നിർബന്ധിക്കുകയാണ്. ഇയാൾ ഒരു റൂമില് ചങ്ങലക്കിട്ട് വെച്ചേക്കാണ്, കയ്യിൽ ചങ്ങലക്കിട്ട് വെച്ചേക്കാണ് സെയൂണിനെ. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ സെയൂൺ എവിടെയാണ്, സെയൂണിനെ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ജംഗൂൺ വിളിച്ചു പോകുന്നുണ്ട്. ഇയാൾ ഇതൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ കാരണമാണ് എന്നോടുള്ള ഇഷ്ടം സെയൂണിന് കുറഞ്ഞത്, അതുകൊണ്ട് നീ ഇനി ഞങ്ങളുടെ ഇടയ്ക്ക് വരരുതെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും അയാളെ ഇഷ്ടമാണെന്ന് പറയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അയാളെ തട്ടി മാറ്റി ഫോണിന്റെ അടുത്തേക്ക് വരാനൊക്കെ സെയൂൺ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ
ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് ജംഗ്ഹൂൺ. അവനാകെ ടെൻഷൻ ആവും. എവിടെയാണെന്ന് എന്നോടൊന്ന് പറയാനൊക്കെ അവൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇവക്ക് ഇതൊക്കെ കേൾക്കാം, പക്ഷെ മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. എന്നെ രക്ഷിക്കാൻ പറഞ്ഞ ഇവള് വീണ്ടും കരയും. അപ്പം ജംഗ്ഹൂൺ ചോദിക്കുന്നൊക്കെ ഇവക്ക് കേൾക്കാം, മറുപടി പറയാനായിട്ട് ഇയാൾ സമ്മതിക്കത്തില്ല. ഇയാൾ എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ മേളിലേക്ക് സെയൂണിനെ കൊണ്ടു ചെല്ലും. അവിടെ വെച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തോടെ ട്രെയിൻ ഒക്കെ പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിനിടയ്ക്ക് ഇവള് വിളിച്ചു പോകുന്നതൊന്നും ആരും കേൾക്കുന്നില്ല. ആ സമയം കൊണ്ട് ആ സ്ഥലത്തേക്ക് ജംഗ്ഹൂൺ വരുന്നുണ്ട്. അവന്റെ കാറ് വരുന്ന കാണുമ്പോഴത്തേക്കിനും ഇയാള് മേളിന്ന് സെയൂണിനെ തള്ളി താഴേക്ക് ഇടും. ജംഗ്ഹൂണിന്റെ കാറിന്റെ ഫ്രണ്ടിലേക്കാണ്, ആ സ്നോയുടെ പുറത്തേക്കാണ് അവൾ വന്ന് വീഴുന്നത്. അവിടെ മുഴുവൻ ചോരയാവും. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അവൻ കാറിൽ നിന്ന് ഇറങ്ങും. സെയൂൺ ആണോ ഫ്രണ്ടിൽ കിടക്കുന്നത് എന്നുള്ള ഒരു സംശയം അവനുണ്ട്. കുറച്ചടുത്തേക്ക് നടക്കുമ്പോൾ തന്നെ അത് സെയൂൺ ആണെന്ന് അവൻ മനസ്സിലാക്കുന്നുണ്ട്. ഓടി വന്നിട്ട് അവളെ വിളിക്കുമ്പോൾ ഫുൾ ചോരയായിട്ടുണ്ട്. അവൾക്ക് സംസാരിക്കാനൊന്നും വയ്യ. അവൻ അന്നേരം തന്നെ ആംബുലൻസ് വിളിക്കും. ആംബുലൻസ് വരുന്നവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ കിടന്നിട്ടാണ് സെയൂൺ മരിക്കുന്നത്. ഈ സമയത്ത് ഇയാള് മേളിൽ നിന്നിട്ട് ജംഗ്ഹൂണിന്റെ പേര് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഇവൻ നോക്കുമ്പോൾ മാസ്ക് ഒക്കെ വെച്ച് ഫുൾ ബ്ലാക്കിൽ ഒരു രൂപമാണ്. അയാളുടെ മുഖം കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ജംഗ്ഹൂൺ അന്വേഷിച്ച് പിടിച്ച് ഇയാളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ റൂം ഫുൾ സെയൂണിന്റെ ഫോട്ടോസ് ആണ്. പിന്നെ അവളുടെ വീഡിയോസും എല്ലാം അവിടെ റിപ്പീറ്റഡ് ആയിട്ട് പ്ലേ ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്തിനാണ് എൻ്റെ സെയൂണിന്റെ അടുത്ത് അത് ചെയ്തതെന്ന് ജംഗ്ഹൂൺ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോൾ, നീ എന്തിനാണ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്? ഇല്ലായിരുന്നെങ്കിൽ സെയൂൺ എന്റേതായിരുന്നേനെ എന്നാണ് അയാൾ മറുപടി പറയുന്നത്. അവിടെ അങ്ങനെ അടിയാവും. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് ഇയാൾ ഒരു കുപ്പിച്ചില്ലെടുത്ത് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇത് കണ്ട് ഇവൻ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കും. ആ സമയം കൊണ്ട് അവിടേക്ക് പോലീസുകാരെല്ലാം വരും. പക്ഷെ ഇയാളാണെങ്കിലും വീണ്ടും വീണ്ടും ആങ്കർ ലീയുടെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം ഓർമ്മ വന്നിട്ട് റിപ്പോർട്ടർ ജോയുടെ അടുത്ത് ഒന്നും പറയാതെ ടെൻഷൻ ആയിട്ട് ഇവൻ അന്നേരം തന്നെ കാറും എടുത്തിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ ഒറ്റയ്ക്ക് ഒരു വാർഡിൽ ഈ മനുഷ്യനെ ചികിത്സിക്കുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് ഇറങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജംഗ്ഹൂൺ അവിടെ ചെല്ലുന്നത്. ജംഗ്ഹൂണിനെ കാണുമ്പോഴത്തേക്കിനും ഇയാള് വല്ലാതെയൊക്കെ ചിരിക്കും. ജംഗ്ഹൂൺ ഒന്നും മിണ്ടാതെ ഇയാളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും.